നമ്മളൊരു NS എടുത്ത് ഫുള്ള് പണിയാമെന്നുള്ളൊരു രീതിയിൽ നമ്മളൊരു NS 200 എടുത്തത് ഓർമ്മയുണ്ടോ? ആ വണ്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾ കണ്ടാലുണ്ടല്ലോ. എക്സ്പൾസ് ഹീറോയുടെ ഭാഗത്തു നിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഒരു പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മോട്ടോർ വാൾട്ട്. എന്താ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിൽ 220 ആണുള്ളത്. 220 ബേസ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ അല്ല. ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻ്റെ ഗ്യാരേജ് അപ്ഡേറ്റ് ആണ്. ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട്, ബ്രോയുടെ വണ്ടി ഏതാണ്. സത്യത്തിൽ കുറേ ഒരു സത്യം പറഞ്ഞാൽ പഴയ പണ്ട് തൊട്ടേ നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അറിയാം. കാര്യം ഞാൻ പണ്ട് തൊട്ടേ ഏകദേശം ഇപ്പോൾ ഒരു 7 വർഷമായി ചാനൽ തുടങ്ങിയിട്ട്. 7 വർഷത്തിനിടയിൽ ഞാൻ ആദ്യമായിട്ട് വാങ്ങുന്ന വണ്ടി എന്ന് പറയുന്നത് R15 വെർഷൻ 3 ആണ്. അതാണ് ഇപ്പോഴും ഞാൻ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇപ്പം പഴയതുപോലെ അതുമായിട്ട് ലോങ് റൈഡൊന്നും പോകുന്നില്ല. നമുക്ക് ദൈവം സഹായിച്ച് അത്യാവശ്യം വണ്ടികളും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്, നിവർന്നിരുന്ന് ഓടിക്കാനൊക്കെ ഉള്ളു. അന്നത്തെ പ്രായത്തിൽ R15 ആയിട്ട് ഒരുപാട് യാത്ര പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വണ്ടി ഇപ്പം നിലവിൽ ചെറിയ ചെറിയ ഓട്ടങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് എടുക്കുന്നു. അല്ലെങ്കിൽ അത് എടുക്കേണ്ട സാഹചര്യങ്ങൾ വന്നിട്ടില്ല. നമുക്ക് എക്സ്പൾസ് ഹീറോയുടെ ഭാഗത്തു നിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഒരു പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് എൻ്റെ വണ്ടിയല്ല, ഹീറോയുടെ കമ്പനി കിടക്കുന്ന വണ്ടിയാണ്. പക്ഷേ ഇതുവരെ അവർ തിരിച്ച് ചോദിച്ചിട്ടില്ല. തിരിച്ച് ചോദിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയ എക്സ്പൾസൊക്കെ കിട്ടണേ എന്നുള്ള പ്രാർത്ഥനയിലാണ്. അതിൻ്റെയും കൂടെ ഒരു ലോങ് ടൈം റിവ്യൂ ചെയ്യാനായിട്ട്. ഇതിൻ്റെ ലോങ് ടൈം റിവ്യൂ ചെയ്ത് കഴിഞ്ഞു എക്സ്പൾസിൻ്റെ. അപ്പോൾ ഇത് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഈ വണ്ടിയായിട്ട് ഇറങ്ങാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കുറച്ച് പ്രീ ഡെലിവറി ഇൻസ്പെക്ഷൻ ഉണ്ട്, PDA എന്നൊക്കെ പറയും നമ്മുടെ സെക്കൻഡ്. ഞാനിപ്പോൾ ആ ഒരു ഫോളോ അപ്പ് ചെയ്യുന്നതാണ്. എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഓവറാൾ ഒന്ന് ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ഭാഗത്ത് ഇലക്ട്രിക്കൽ പരമായിട്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ള എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടോ എന്ന് നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്യും, കാർബേറ്റർ പരമായിട്ടൊക്കെ. അപ്പോൾ ഇപ്പം നിലവിലൊന്നുമില്ല. നമ്മൾ കുറച്ചൊന്ന് ഓടിച്ച് നോക്കി ഫുള്ളൊന്ന് ചെക്കപ്പ് ചെയ്തിട്ട് കൊണ്ടുവന്ന ഒരു സെറ്റപ്പിൽ നിൽക്കുകയാണ്. ഇത് ഓൾമോസ്റ്റ് ഡെലിവറി ആവുന്നതിൻ്റെ ഒരു ലക്ഷണം കാണുന്നുണ്ട്. ആൾക്കാരൊക്കെ ഒരുപാട് മെസ്സേജ് അയക്കുന്നുണ്ട് വണ്ടിക്ക് വേണ്ടി. 1-2 പേര് 2 ദിവസത്തിനുള്ളിൽ വണ്ടി എടുക്കാം എന്നുള്ള അപ്ഡേറ്റിലോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. കാര്യം അത്രയ്ക്ക് അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ളൊരു വണ്ടിയാണ്. ഒരുപാട് ആൾക്കാർ വണ്ടിക്ക് വേണ്ടിയിട്ട് തപ്പി നടക്കുവാണ് എന്നുള്ള കാര്യം ഈ ഒരു വണ്ടി ജസ്റ്റ് ഒന്ന് എടുത്തപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെക്ക് ചെയ്യുന്നതും കൂടെ ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. മൊത്തത്തിൽ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റിൽ തന്നെ കാർബേറ്റർ വണ്ടിയാണെങ്കിൽ കാർബേറ്റർ ചെക്ക് ചെയ്യും, ടാങ്ക് ചെക്ക് ചെയ്യും. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ പണി കിട്ടിയിരിക്കുന്നത് ഈ 2 വണ്ടികളിലാണ്, ഈ 2 സംഭവങ്ങളിലാണ്. കാര്യം ടാങ്ക് തുരുമ്പ് എടുക്കുന്ന കാര്യം നമുക്ക് ആർക്കും ഒന്നും അറിയാൻ പറ്റത്തില്ല. ചിലപ്പോൾ തുറന്നു നോക്കുമ്പം തുരുമ്പൊന്നും കാണത്തില്ല. അപ്പോൾ അത് 2 ദിവസം വെച്ചാലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ടാങ്കിലും ഈ പറഞ്ഞ കാർബേറ്ററിലൊന്നും തന്നെ നമ്മുടെ വണ്ടിയിൽ തുരുമ്പോ കാര്യങ്ങളൊന്നും ഇല്ല. ടാങ്കിൽ തുരുമ്പുണ്ടെങ്കിൽ വണ്ടി ഏത് നിമിഷവും നമുക്ക് പണി തരും. കാര്യം വേറെ പണിയൊന്നുമില്ല, നമ്മളെ വഴിക്കടത്തും. കാർബേറ്റർ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതിന് ഒരു സൊല്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് സംഭവം ഒന്നെങ്കിൽ നമുക്ക് ഇലക്ട്രോ സംഭവങ്ങളൊക്കെ ഉണ്ട്, ഇലക്ട്രോ ലൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഒരുപാട് യൂട്യൂബിൽ ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കിയാൽ മതി. അതുപോലെ തന്നെ കാസ്റ്റിക് സോഡ ഒഴിച്ച് നമുക്ക് വേണമെങ്കിൽ തുരുമ്പ് കളയാം. പക്ഷേ അത് ഭയങ്കര ഡേഞ്ചറാണ്. ഞാൻ ഒരു തവണ ട്രൈ നോക്കിയിട്ട് എൻ്റെ നഖമൊക്കെ മൊത്തത്തിൽ വേദന ഒരു സെറ്റപ്പൊക്കെ ആയിരുന്നു. അപ്പോൾ അത് രണ്ടും നമ്മൾ മസ്റ്റായിട്ട് നമ്മൾ ചെക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. സെക്കൻഡ് ഹാൻഡ് പ്രത്യേകിച്ച് ഒരു 7-8 വർഷം ഇതുപോലെ പഴക്കമുള്ള വണ്ടി എന്നുള്ള നിലയ്ക്ക് നമ്മളതൊക്കെ ചെക്ക് ചെയ്യണം. പിന്നെ ഡിസ്കിൻ്റെയൊക്കെ ആ ഒരു സംഭവങ്ങൾ, ബ്രേക്ക് പാഡ്, അതൊക്കെ നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മൾ നോക്കുന്നതാണ്. എന്നിരുന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് വണ്ടി കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആൾക്കൊരു പെർഫെക്റ്റ് ആയിരിക്കണമല്ലോ. പിന്നെ വണ്ടിയുടെ ഓവറാൾ എവിടെയെങ്കിലുമൊക്കെ സ്ക്രാച്ചസോ ഡാമേജസോ ഒക്കെ ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. പിന്നെ പറയാനാണെങ്കിൽ എല്ലാ ഭാഗത്തുനിന്നും ബ്രേക്ക് ഫ്ലൂയിഡ് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ഇലക്ട്രിക്കൽ പാർട്സ് എല്ലാം വർക്കിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതായത് ഇൻഡിക്കേറ്റർ, ബൾബ്, മീറ്ററിൻ്റെ ഭാഗത്തു നിന്നുള്ള സംഭവങ്ങൾ, ഈവൻ ഈ കാണുന്ന ബാക്ക് ലൈറ്റ് സ്വിച്ചസ് പോലും നമ്മൾ ചെക്ക് ചെയ്യണം. ഇതൊക്കെ വർക്കിംഗ് ആണ്. പിന്നെ ചെറിയ മങ്ങലൊക്കെ ഉണ്ട്, അത് കാലപ്പഴക്കത്തിൻ്റെതായിട്ടുള്ളതാണ്. പിന്നെ മെയിനായിട്ട് ബാറ്ററി ചെക്ക് ചെയ്യുക, ബാറ്ററി ഡ്രെയിൻ ആവുന്നുണ്ടോ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയാനായിട്ടുള്ളത്. പിന്നെ എയർ ഫിൽറ്റർ, ഓയിൽ ലെവല്, ഇതെല്ലാം കൃത്യമാകണമെന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കണം. നമ്മൾ വീട്ടിലോട്ട് പോകുമ്പം നിങ്ങൾ ഞെട്ടിക്കുന്നൊരു സംഭവം നിങ്ങൾ എന്തായാലും കാണും. അതായത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു 2 കൊല്ലം മുമ്പ് നമ്മളൊരു NS എടുത്തത് ഓർമ്മയുണ്ടോ? നമ്മളൊരു NS എടുത്ത് ഫുള്ള് പണിയാമെന്നുള്ളൊരു രീതിയിൽ നമ്മളൊരു NS 200 എടുത്തത് ഓർമ്മയുണ്ടോ? ആ വണ്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾ കണ്ടാലുണ്ടല്ലോ, നിങ്ങൾ ഞെട്ടും. അത്രയ്ക്കൊരു അവസ്ഥയിലാണ് ഇപ്പം നിലവിൽ ആ ഒരു വണ്ടിയുടെ അവസ്ഥയെന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ആ വണ്ടി ഞാനങ്ങനെ ഇപ്പം 2 വർഷം 2.5 വർഷമായിട്ട് ആ വണ്ടി അവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും ഞാനങ്ങനെ ശ്രദ്ധിക്കത്തില്ലായിരുന്നു. അത് എന്തുകൊണ്ടാണ് ശ്രദ്ധിക്കാത്തതെന്നുള്ള കാര്യത്തെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം. അതിൻ്റെ കാര്യം വെച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കിടക്കുകയാണ്, അതുകൊണ്ടാണ്. വേറൊന്നുമല്ല, വീഡിയോ ചെയ്യാൻ മാത്രമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയ സമയത്ത് പറഞ്ഞതേ ഉള്ളൂ. ഈ 220യും NSഉം R15 കൊണ്ട് ഇരുന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഈ കുറച്ചോനെ ഈ 3 വണ്ടികൾ
ഒരു ലെജൻഡറി മോട്ടോർ സൈക്കിൾ അല്ലേ എൻ്റെ കയ്യിലിരിക്കുന്നതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചത്. കാരണം 220 ആണെങ്കിലും പക്കാ ലെജൻഡ് തന്നെയാണ്. പക്ഷേ 20-ഓളം വർഷത്തോളം ആകുന്നു ഈ വണ്ടി ഇറങ്ങിയിട്ട്. അപ്പോൾ ആ ഒരു 20 വർഷത്തിനിടയിൽ 5 സ്പീഡ് ഗിയർ ബോക്സ് 2 വാൽവ് വെച്ചിട്ട് ഇത്രയും പെർഫോമൻസും കാര്യങ്ങളൊക്കെ കാഴ്ചവെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വിപ്ലവം, ടെക്നോളജിയുടെ ഭാഗത്തൊരു വലിയൊരു വിപ്ലവമായിരുന്നു 150 cc വെച്ചിട്ട് R15 കാണിച്ചത്. അതുപോലെ തന്നെ NS ആണെങ്കിലും 200 cc ഒരു കിരീടം വയ്ക്കാത്ത രാജാവ് തന്നെ ആയിരുന്നു NS അഫോർഡബിൾ റേറ്റിൽ നമുക്ക് തന്നുകൊണ്ടിരുന്നത്. ഈ 3 വണ്ടിയും നമ്മുടെ കയ്യിലിരിക്കുന്നു. പിന്നെ എക്സ്പൾസ്, ഇതൊക്കെ നമ്മുടെ കയ്യിലിരിക്കുന്നു എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയപ്പം ആ NSൻ്റെ അവസ്ഥ പടച്ചവന് വളരെ ശോകമായി പോകുമല്ലോ. ഇതിന് പണി ചെയ്യാൻ നിൽക്കാനാണെങ്കിൽ ഒന്നേന്ന് തുടങ്ങണം. ഏകദേശം ഒരു പുതിയ വണ്ടി മേടിക്കുന്ന ഒരു കോസ്റ്റിലോട്ട് എന്തായാലും എത്തും. ആ ഒരു വണ്ടിയുടെ പണിക്കൂലി നോക്കാനാണെങ്കിൽ ആകെപ്പാട് ഡെസ്പായി പോയി. അപ്പോൾ ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ വെയിറ്റ് ചെയ്യും, ഞാൻ വീട്ടിലോട്ട് ഇല്ലട്ടെ. ഓ, സൗണ്ടാണ് ഈ വണ്ടിയുടെ മെയിൻ കേട്ടാ. അപ്പോൾ യെസ്, ഫൈനലി അപ്പോൾ നമ്മുടെ R15 ഇതേ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കുറേ നാൾ കൊണ്ട്. പണ്ട് സ്ഥിരം ഓട്ടമുള്ളൊരു വണ്ടിയായിരുന്നു. ഏകദേശം 3 വർഷം കൊണ്ട് തന്നെ 40-നടുത്ത് കിലോമീറ്റർ ഓടിയതാണ്. ഇപ്പോൾ 2 വർഷം കൊണ്ട് 4000-8000 അങ്ങോട്ട് കിലോമീറ്റർ മാത്രമാണ് ഈ വണ്ടി ഓടിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും സ്റ്റിൽ കുറച്ച് മെയിൻ്റനൻസ് വർക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ വണ്ടിയിൽ ഇതിനകത്ത് പെൻഡിങ് ആണ്. ബ്രേക്ക് പാഡ് 2 മാറണം, അതുപോലെ തന്നെ ഷോക്ക് 2 മാറണം. പിന്നെ സിങ്ങാമിൻ്റെ ആ ഒരു ഭാഗത്ത് ലുബ്രിക്കേഷൻ ചെയ്യണം. ഭയങ്കര സൗണ്ടാണ് കട്ടറി വീഴുന്ന സമയത്ത്. അതുപോലെ തന്നെ ഇതിൻ്റെ ക്യാം ഷാഫ്റ്റിന് തേയ്മാനം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ക്യാം ഷാഫ്റ്റും കാര്യങ്ങളൊക്കെ മാറണം. അത് ഏകദേശം 1000 രൂപ, എല്ലാം കൂടെ ഒരു 10-15 രൂപയുടെ മെയിൻ്റനൻസ് വർക്ക് നമ്മുടെ വണ്ടിയിലായി കിടക്കുകയാണ്. പക്ഷേ സ്റ്റിൽ ഒരു ബ്രാൻഡ് ലുക്കിംഗ് ബൈക്കായിട്ട് തന്നെയാണ് നമ്മുടെ വണ്ടി ഇപ്പോഴും നിലവിലിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഇൻഡിക്കേറ്ററൊക്കെ മൊത്തത്തിൽ കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുകയാണ് എന്നൊക്കെ തന്നെ പറയണം. പിന്നെ അതെ, ഈ റീസെൻ്റ്ലി ഞാൻ ഈ ഒരു വണ്ടി കൊണ്ടുപോയി ഫുള്ള് പണിതതാണ്. ഈ വണ്ടി പണിയാൻ വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകിച്ച് വലിയൊരു കടന്നിട്ടില്ല. പക്ഷേ ഏറ്റവും വലിയൊരു പണിയായിരുന്നു. നമ്മുടെ ടാങ്കിൽ തുരുമ്പായി, എടുക്കാതിരുന്ന് ടാങ്ക് തുരുമ്പായിട്ട് ആ ടാങ്കിനകത്ത് കാസ്റ്റിക് സോഡ ഒഴിച്ച് തുരുമ്പിനെ ഇളക്കി കളഞ്ഞാണ്. പക്ഷേ അത് ഭയങ്കര ഡേഞ്ചറായിരുന്നു പിന്നെയാണ് മനസ്സിലായത്. കൈയുടെ തൊലിയൊക്കെ കുറേയൊക്കെ പോയി, കെമിക്കലല്ലേ. സൂക്ഷിച്ച് ഗ്ലൗവൊക്കെ ഇട്ട് ചെയ്യുവാണെങ്കിൽ ഓക്കെയാണ്. അങ്ങനെ തുരുമ്പ് കാറിലൊക്കെ കളഞ്ഞു. പുതിയ കാർബറേറ്റർ വെച്ച് നമ്മൾ ഡീകാർബണൈസേഷൻ ചെയ്തു. യമഹയുടെ PEA കാർബൺ ക്ലീനറും മോട്ടോറിൻ്റെ എൻജിൻ ഫ്ലഷ് വെച്ച് എൻജിൻ മൊത്തത്തിലൊന്ന് റീസ്റ്റോർ ചെയ്ത് ഇപ്പം നല്ല സുഖമാണ് വണ്ടി ഓടിക്കാൻ. 70+ മൈലേജ് എങ്ങനെ പോലും നമ്മുടെ ഈ ഒരു വണ്ടിക്ക് കിട്ടും. പിന്നെ ഒരു ഫുൾ പെയിൻറ്റിങ് ഇറക്കിയാണ് നമ്മുടെ ഈ ഒരു വണ്ടിക്ക്. പിന്നെ നമ്മുടെ എക്സ്പൾസ് ഇപ്പോൾ 2 വർഷമായി എൻ്റെ കൂടെ കൂടിയിട്ട്. 2 വർഷം ആകുന്നു. 10-14,000 കിലോമീറ്റർ ആയി. ഇപ്പം ഡെയിലി നമ്മുടെ ഓട്ടത്തിനൊക്കെ ഈ ഒരു വണ്ടിയാണ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. റീസെൻ്റ്ലി സർവീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടിരിക്കുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ ഈ ഒരു എക്സ്പൾസ് എന്ന് പറയുന്നത്. ലോങ് റൈഡൊക്കെ കൊണ്ടുപോകാൻ മാക്സിമം ഉപയോഗിക്കുന്നത് ഇതാണ്. ഓഫ് റോഡിനാണെങ്കിലും ലോങ് റൈഡിന് ഹൈവേയിൽ വലിയ പെർഫോമൻസോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. എന്നിരുന്നാലും നമ്മൾ വലിയ സ്പീഡോ കാര്യങ്ങളൊന്നും തന്നെ എടുക്കാത്തതുകൊണ്ട് ഈ ഒരു വണ്ടി തന്നെ ധാരാളം. പിന്നെ V3 പഴയതുപോലൊന്നും എടുത്തുകൊണ്ട് അങ്ങനെ ലോങ്ങൊന്നും പോകാൻ വയ്യ. അത്രയ്ക്ക് കൊണ്ട് കിടന്നൊന്നും ഓടിക്കാനായിട്ടൊന്നും വയ്യ. ഇപ്പോൾ ഈ വണ്ടി ഉള്ളതുകൊണ്ട് നമ്മൾ ഇതിനകത്തൊരു 70-75 സ്പീഡിൽ ഹൈവേ കൂടെയൊക്കെ നമ്മൾ പോകും സേഫായിട്ട് തന്നെ. പിന്നെ വേറൊരു വണ്ടി എന്ന് പറയുന്നത് ഇത് ഈ കാണുന്ന NS ആണ്. ഇത് ആക്ച്വലി നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നിങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വണ്ടി. വളരെ സങ്കടം തോന്നുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ വണ്ടി റീസ്റ്റോർ ചെയ്യാത്തതെന്ന് വെച്ചാൽ, റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി എടുത്തൊരു വണ്ടിയാണ്. ബട്ട് എന്തുകൊണ്ടാണ് ഈ ഒരു വണ്ടി റീസ്റ്റോർ ചെയ്യാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വേറെ കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നിലവിൽ ഇപ്പോൾ ഇത് റീസ്റ്റോർ ചെയ്യാത്തത്. വേറെ വലിയ കേസോ കാരണം തന്നെയല്ല. ഇത് പണിയാനാണെങ്കിൽ ഇപ്പോൾ നിലവിൽ ഒരുപാട് പൈസ വേണം. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒത്തിരി പൈസ വേണം. എൻജിന്, ടാങ്ക്, കാർബറേറ്റർ, ചെയിൻ സ്പ്രോക്കറ്റ്, അല്ലറ ചില്ലറ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതും വണ്ടിക്കകത്ത് വേറെ കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട്. അതുകൊണ്ടാണ് അത് ചെയ്യാത്തത്. അപ്പോൾ ഭാവിയിൽ ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. സത്യം പറഞ്ഞാൽ ഒരുപാട് വിഷമമുണ്ട്. നമ്മുടെ ഗ്യാരേജിൽ ഇങ്ങനൊരു വണ്ടി ഇങ്ങനെ ഇരുന്നിട്ടില്ല. ഇതിന് മുമ്പ് ഇങ്ങനെ ഇരുന്നൊരു വണ്ടി നമ്മുടെ ഗ്യാരേജിൽ ഉണ്ടായിരുന്നു. അത് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ ജസ്റ്റ് എന്താ കമൻറ്റ്. അതിപ്പം സിമിയാഷൻ്റെ വർക്ക്ഷോപ്പിലിരിക്കുകയാണ്. ഒരു ഫുൾ റീസ്റ്റോറേഷന് വേണ്ടിയിട്ട് സിമിയാഷൻ്റെ വർക്ക്ഷോപ്പിൽ നമ്മൾ ഒരു 8 മാസം മുമ്പ് കൊണ്ടു കൊടുത്തതാണ്. ഇതുവരെ പണിഞ്ഞ് കിട്ടിയിട്ടില്ല. അപ്പോൾ ആ ഒരു വണ്ടി ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാവോ? ഒരു ഫേമസ് വണ്ടിയാണ് നമ്മുടെ ചാനലിലുള്ള. ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യും. നമ്മുടെ വീട്ടിലെ ഓട്ടോ ആണിത്. റീസെൻ്റ്ലി ഫുള്ള് റീസ്റ്റോർ ചെയ്തതാണ് കേട്ടോ, ടെസ്റ്റിന് വേണ്ടിയിട്ട്. ഇത് ഓടാനുള്ള പ്ലാനൊക്കെ ഉണ്ട്. വണ്ടികളൊക്കെ നിങ്ങൾ കണ്ടില്ലേ? ഈ 220 ആണ് ഇപ്പോൾ അവസാനം ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ എടുത്തത്. ഇത് ഓൾമോസ്റ്റ് സെയിലായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടി
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്രീം തന്നെയായിരുന്നു പണ്ട് തൊട്ടേ. എന്തായാലും സെയിലിനാണെങ്കിൽ കുറച്ച് ദിവസം എടുത്ത് ഉപയോഗിക്കാൻ പറ്റിയെന്നുള്ളത് വളരെ വലിയൊരു വലിയൊരു കാര്യം തന്നെയാണ്. നിങ്ങളിപ്പം വിചാരിക്കും ഇത് ഇത്രയും ചെറിയ ഓരോ വണ്ടി എടുത്ത് വിൽക്കുന്ന ഇവന് ഇത്രയും അഹങ്കാരമാണോ ഇത്രയും എടുത്തെടുത്ത് പറയാൻ? അഹങ്കാരമൊന്നുമല്ല. സത്യത്തിൽ ഒരുപാട് പണ്ട് കൊതിച്ച് കടന്ന വണ്ടികളുണ്ടല്ലോ, ഓരോ കാലഘട്ടത്തിലും ട്രെൻഡിങ് ആയിട്ട് നിന്ന കുറച്ച് വണ്ടികൾ ഇപ്പോഴത്തെ എൻ്റെ പ്രൊഫഷൻ വെച്ചിട്ട്, എൻ്റെ പ്രൊഫഷനാണിത്, ക്രൈസൊന്നും അല്ല, എൻ്റെ ഒരു ജോലിയുടെ ഭാഗമാണിത്. ഓരോ വണ്ടികൾ വാങ്ങി നമ്മുടെ പേജ് വഴി വിൽക്കുന്നു, അതിൽ നിന്ന് കുറച്ച് ലാഭം കിട്ടുന്നു, നമ്മൾ ജീവിക്കുന്നു എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലുള്ള നീറ്റായിട്ടുള്ള വണ്ടികൾ, ഇത് നീറ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2017 വണ്ടിയാണ്. അതിൻ്റേതായിട്ടുള്ള കുറച്ച് പോരായ്മകളൊക്കെ വണ്ടിയിലുണ്ട്. എന്താണ് പോരായ്മയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് മാറണം. അതുപോലെ തന്നെ നമുക്ക് ടയർ ഈ പറഞ്ഞ പോലെ മൊട്ടയായിട്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ചെറിയ ചെറിയ പോരായ്മകൾ ആ മീറ്ററിൻ്റെ ഭാഗത്ത് ഫുള്ളൊരു നീറ്റായിട്ട് നീല കത്തുന്നതല്ല, ചെറിയൊരു മങ്ങൽ ഇവിടെ ഉണ്ട്, ചെറിയൊരു ഫെയ്ഡ് മാത്രമേ ഉള്ളൂ. എല്ലാം റീഡബിളാണ്. കിലോമീറ്റർ 40,600 അങ്ങനെ നമുക്കുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും. രാത്രി നിങ്ങൾക്ക് ആ ഒരു ഇപ്പം വിഷ്വൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ ഒരു പോരായ്മകളൊക്കെ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ വണ്ടികൾ എടുക്കുന്നു വിൽക്കുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിട്ടൊരു വലിയൊരു കാര്യം തന്നെയാണ്. നമ്മുടെ 220 ആണിത്, എൻ്റെ 220. ഇതിപ്പോൾ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് ഇത് മാറും, പുതിയ കസ്റ്റമറിൻ്റെ അടുത്തോട്ട് പോകും, പുതിയ ഓണറിൻ്റെ അടുത്തോട്ട് പോകും ഈ ഒരു വണ്ടി. അപ്പോൾ ഒരുപാട് നന്ദി എല്ലാവർക്കും, ഒരുപാട് നന്ദി. കാരണം നമ്മളെ ഈ ഒരു ലെവലിലോട്ട് ഇച്ചിരിയെങ്കിലും സ്വന്തം കഠിനാധ്വാനം കൊണ്ട് എൻ്റെ കാലിൽ എനിക്ക് സ്വയമേ ആരുടെ കീഴിലും പണിയെടുക്കാതെ സ്വയമേ വെറും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൊണ്ട് മാത്രം 18ാമത്തെ വയസ്സിൽ തുടങ്ങിയാണ്. ആ ഒരു 18ാമത്തെ വയസ്സ് തൊട്ട് ഈ ഒരു നിമിഷം വരെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടെന്ന് മാത്രമേ ഞാൻ പറയുന്നു. തട്ടിക്കൂട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ ഓരോരുത്തരുടെയും ചെറിയ ചെറിയ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു. നമ്മുടെ വണ്ടികളുടെ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് തരിക, നമ്മുടെ കയ്യിൽ ഏതൊക്കെ വണ്ടി ഉണ്ടെന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുക എന്നുള്ള കാര്യമൊക്കെയാണ്. കാരണം ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്, പ്രോഡക്റ്റിലിരിക്കുന്ന എക്സ്പൾസ് കൊടുക്കാനാണോ, R15 കൊടുക്കാനാണോ, ആ NS നിങ്ങൾക്ക് സ്ക്രാപ്പ് വിലയ്ക്ക് എനിക്ക് തരാമോ, ഞാൻ പണിഞ്ഞെടുത്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു അപ്ഡേറ്റുമായിട്ട് ജസ്റ്റ് ഒരു വീഡിയോ ഒന്ന് ചെയ്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.